പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ധനക്ഷാമം ഭയന്ന് വിറയ്ക്കുകയാണ്. എന്നാൽ എണ്ണവില കൂടുമോ എന്ന തെല്ലും ഭയമില്ലാതെ വളരെ ശാന്തമായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാലും ഇന്ത്യക്ക് യാതൊരു കുലുക്കവും ഉണ്ടാകില്ല. ഇതിന് കാരണം നമ്മുടെ ഉറ്റമിത്രമായിട്ടുള്ള UAE മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കിടിലൻ ബദൽ പാതയാണ്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഈ ഒപെക് എന്ന് പറയുന്നത്. ആഗോള വിപണിയിൽ എണ്ണയുടെ ഉൽപാദനവും വിലയും നിയന്ത്രിക്കാനുമാണ് ഈ ഒരു സംഘടന പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഒപെക്കിൽ നിലവിൽ 12 രാജ്യങ്ങളാണ് പ്രധാനമായും അംഗങ്ങളായിട്ടുള്ളത്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, UAE, വെനസ്വേല, ലിബിയ, നൈജീരിയ, അൾജീരിയ, ഗാബോൺ, ഇക്വറ്റോറിയൽ ഗിനിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവയാണവ. ഇതിൽ സൗദി അറേബ്യയാണ് ഈ കൂട്ടായ്മയെ പ്രധാനമായും നിയന്ത്രിക്കുന്നത്. ഇതിനു മുൻപും പല കാരണങ്ങളാൽ ചില രാജ്യങ്ങൾ ഒപെക്കിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അങ്കോള, ഇക്വഡർ, ഖത്തർ, ഇന്തോനേഷ്യ ഒക്കെ മുൻപേ തന്നെ ഒപെക് വിട്ടുപോയ രാജ്യങ്ങളാണ്. ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉൽപാദനം കുറയ്ക്കാനുള്ള ഒപെക് സംഘടനയുടെ കർശന നിയന്ത്രണങ്ങളാണ് UAE ഒപെക്കിൽ നിന്ന് പുറത്തു പോകാൻ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ മെയ് 1 മുതൽ സംഘടനയ്ക്ക് പുറത്തു പോകുന്ന അവർ തങ്ങളുടെ മുഴുവൻ ശേഷിയിലും ഇനി ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കും. ഇതോടെ ഏറ്റവും കൂടുതൽ എണ്ണ കുറഞ്ഞ വിലയിൽ ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ്. ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും മറികടക്കുന്ന തന്ത്രപ്രധാനമായ ഫുജൈറ പൈപ്പ് ലൈൻ വഴിയാണ് ഈ ഊർജ്ജം ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി എത്തുക. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം ആരംഭിച്ചത് ഹോർമൂസ് വഴിയുള്ള എണ്ണ നീക്കത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധഭീതി കാരണം ഈ ഒരു വഴിയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് നിലച്ച മട്ടിലാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഫുജൈറ പൈപ്പ് ലൈൻ ഒരു പുതിയ അറിവാണെങ്കിലും ജിയോ പൊളിറ്റിക്സിൽ ഇതൊരു രഹസ്യ വഴിയൊന്നും അല്ല. എപ്പോഴെങ്കിലും കടലിടുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എണ്ണ വിതരണം മുടങ്ങാതിരിക്കാൻ UAE പണ്ടേ പണിതുവെച്ച ബുദ്ധിപരമായിട്ടുള്ള ഒരു ബദൽ മാർഗമാണിത്. പ്രതിദിനം 34 ലക്ഷം ബാരൽ എണ്ണ മാത്രമേ ഉൽപ്പാദിപ്പിക്കാവൂ എന്നായിരുന്നു UAEക്ക് മേൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് വെച്ചിരുന്ന നിബന്ധന. ഈ ക്വാട്ട തീരെ കുറവാണെന്ന അഭിപ്രായമുള്ള UAE ഇപ്പോൾ തന്നെ 36 ലക്ഷം ബാരൽ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2027ഓടെ ഈ ഉൽപ്പാദനം പ്രതിദിനം 50 ലക്ഷം ബാരലായി ഉയർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലേക്ക് എണ്ണ നൽകുന്ന UAEയുടെ വിഹിതം മുൻ വർഷത്തെ 9% നിന്നും വർദ്ധിച്ച് ഇപ്പോൾ 11% മുകളിൽ എത്തിയിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഉൽപാദനം കുറച്ച് വില കൂട്ടാൻ ശ്രമിക്കുമ്പോൾ UAEയുടെ ഈ ഒരു നീക്കം ലോകത്തിന് തന്നെ ഒരു വലിയ അമ്പരപ്പാണ് സൃഷ്ടിക്കുന്നത്. ഒപെക് എന്ന വമ്പൻ കൂട്ടായ്മയെ നോക്കുകുത്തിയാക്കിയിട്ടാണ് അവർ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾക്കിടയിലും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് അതിഗംഭീരമായിട്ടുള്ള ഒരു നയതന്ത്ര വിജയമായി തന്നെ കണക്കാക്കാം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ വമ്പന്മാർ തമ്മിലടിക്കുമ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലേക്ക് എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കും. ന്യൂസ് ഡെസ്ക് കേരളം.